ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ട് ചിലപ്പോൾ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിത് ഷൂട്ട് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എൻ്റെ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റണം ഇങ്ങനെയായിരുന്നു അമ്മയുടെ ഡെലിവറി എക്സ്പീരിയൻസസ് എന്ന് ഒരു പോയിന്റ് പോലും ഇട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് എൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ അവൾക്ക് കാണിച്ചു കൊടുക്കാം എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഈ കാണുന്നത് തൊട്ടിൽ മടക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഇനി എന്താണെന്ന് ആർക്കും ഒരു ഡൗട്ട് ഉണ്ട്. തൊട്ടിലായിരുന്നു അത്, ഞാൻ ബെഡിൻ്റെ മുകളിലാണ് തൊട്ടിൽ കിട്ടിയിരിക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഡെലിവറി എക്സ്പീരിയൻസിന് മുമ്പ് ഞാൻ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമുക്ക് കുഞ്ഞായത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. അപ്പോൾ ഇന്നലെ മെയ് 9th ആയിരുന്നു, അതായത് ഞങ്ങളുടെ 9th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പം 8 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നുള്ള ന്യൂസ് അറിയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 9 years ആയിട്ടാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിന് കിട്ടുന്നത്. അപ്പം അത്രയും വർഷത്തെ ഒരു സ്റ്റോറിയും കാര്യങ്ങളും ഒന്ന് ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മളങ്ങനെ ബേബീസ് വേണ്ടാന്നൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ MCAക്ക് ജോയിൻ ചെയ്ത ടൈമായിരുന്നു. ട്രൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആവുകയാണെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള പോലെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയി. പിന്നെ നമുക്ക് എന്താ പറയുക, കുഞ്ഞുങ്ങൾ എന്നുള്ള പ്ലാൻ അപ്പോൾ ഒന്നും നോക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ MCA കംപ്ലീറ്റ് ചെയ്തു. ആൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് പീരീഡ്സ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡേറ്റ് കറക്റ്റ് അല്ലാതെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഇവിടെ മാള ഭാഗത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, മറിയം ത്രേസ്യ ഹോസ്പിറ്റൽ എന്ന് പറയും, കുഴിക്കാട്ടുശ്ശേരി. അവിടെ നമ്മളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. പുള്ളീനെ കണ്ടുപോയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചാൾ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പീരീഡ്സ് കാര്യങ്ങളൊക്കെ ശരിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഹസ്ബൻഡ് ഗൾഫിലേക്ക് തിരിച്ചു പോയി. വീണ്ടും ഞാൻ പഴയ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രാവശ്യം ലീവിന് വരാറുമ്പോഴേക്ക് വീണ്ടും എനിക്ക് ഈ പീരീഡ്സിൻ്റെ ഇഷ്യൂസ് വീണ്ടും വന്നു. അങ്ങനെ നമ്മൾ ഇവിടെ കൊടകര ശാന്തി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഗൈനക്കിനെ കണ്ടു. അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് ഒരു സിസ്റ്റ് ഉണ്ട് ഓവറിയിൽ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. ആ സിസ്റ്റ് ഹസ്ബൻഡ് വരുന്ന സമയത്ത് പ്രഗ്നൻസിക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റ് ഇപ്പോൾ ഒരു ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് കളയണതാണ് നല്ലത്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും പഴയ കുഴിക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലിൽ തന്നെ പോയി. അവിടുത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ ലാപ്രോസ്കോപ്പിക് സർജൻ ആയിരുന്നു. പുള്ളീനെ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലാപ്രോസ്കോപ്പി ചെയ്തു. വീണ്ടും നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തു. പക്ഷേ നമുക്കപ്പോഴും പോസിറ്റീവായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു 5 വർഷമൊക്കെ, കല്യാണം കഴിഞ്ഞൊരു 5 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോഴും നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങളാവാത്ത സ്ഥിതിക്ക് ആൾ ഗൾഫിൽ നിന്ന് ജോലി നിർത്തി പോന്നു. അങ്ങനെ നമ്മളിവിടെ വീണ്ടും ഈ കുഴിക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് പോകാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അവിടെ ഒരു 2-3 വർഷത്തോളം ഏകദേശം ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ആൾ ഗൾഫിലുണ്ടായിരുന്ന സമയത്തും അല്ലാതെ നാട്ടിൽ വരുമ്പോഴും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായില്ല. ഒരുപാട് പേര് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവർക്കും പോസിറ്റീവായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവിടുത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പീരീഡ്സ് റെഗുലർ ആവാനുള്ള മെഡിസിൻ, അതുപോലെ തന്നെ ഓവുലേഷൻ്റെ ടൈം, എഗ് റിലീസ് ആവാനുള്ള ഇഞ്ചക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ തരും. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഇന്നേ വരെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പം കൗണ്ട് ചെക്ക് ചെയ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഇന്നേ വരെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ഒരു ഡീഫോൾട്ടായിട്ട് ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മടുപ്പ് തോന്നിയ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കന്ന് IVF ചെയ്യാം. അങ്ങനെ ഒരു ഡിസിഷനിൽ ഞങ്ങൾ മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ പോയിട്ട് അവിടെ നിന്ന് സബൈൻ തന്നെയാണ് അവിടുത്തെ സാറിൻ്റെ പേര്. ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ദൈവത്തിനെ പോലെയാണ് സത്യം പറഞ്ഞ ഡോക്ടർ കേട്ടോ. അപ്പോൾ ആ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാത്തിരിക്കണം. അത്രയധികം പേഷ്യൻസ് സാറിനെ കാണാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. നമ്മൾ സാറിനെ കണ്ട് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ
ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് പോകണം. നമുക്ക് കുറേ ടെസ്റ്റുകൾ എഴുതി തരും. ആ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നിട്ട് മാത്രമേ നമുക്ക് സാറിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്യൂസിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ IVF ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ലാപ്രോസ്കോപ്പി ഒന്നുകൂടി ചെയ്ത് നോക്കാം, അങ്ങനെ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് IVF എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാൽ എന്തെങ്കിലും ആവട്ടെ നോക്കാം എന്നുള്ളൊരു പ്ലാനിലോട്ട് പോയി. അങ്ങനെ വീണ്ടും എനിക്ക് ലാപ്രോസ്കോപ്പി ചെയ്തു. കുഞ്ഞെണീറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ലാപ്രോസ്കോപ്പി ചെയ്തു. ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം അവർ DNC ചെയ്തിട്ട് യൂട്രസ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് ചെയ്തിട്ടോ. അത് കഴിഞ്ഞൊരു 3 months മെഡിസിൻസും ഇഞ്ചെക്ഷൻസും ഉണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവുക ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 9 years ഓഫ് ഇൻഫെർട്ടിലിറ്റിയുടെ സ്റ്റോറി ഉണ്ട്. അതിന് ശേഷമാണ് നമുക്കൊരു കുഞ്ഞായത്. അപ്പം ഡെലിവറിയൊക്കെ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പോട്ട ധന്യ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഡോക്ടർ സുനിത എന്ന് പറയുന്ന മാമിനെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്ര വർഷം ആയതുകൊണ്ട് തന്നെ ഓൾറെഡി അവർ നമുക്ക് സിസേറിയൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെ നമുക്ക് സിസേറിയൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റിസ്ക് എടുക്കണ്ട എന്നുള്ള ഒരു ഇതിൽ. പിന്നെ മാത്രമല്ല എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കും റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി സിസേറിയൻ എന്നുള്ള ഇത് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിസേറിയൻ ആണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാം. പിന്നെ ഡെലിവറിയുടെ സമയപ്പോഴേക്കും എനിക്ക് ഓവറിൽ വീണ്ടും ഒരു സിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു സിസേറിയനോടുകൂടി റിമൂവ് ചെയ്യാൻ വേണമായിരുന്നു. അപ്പോൾ സിസേറിയൻ ആണ് എന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയായിരുന്നത്. ഇനി എന്നാണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ എൻ്റെ LMP ഡേറ്റ് വരുന്നത് 2024 ജൂലൈ 24 അപ്പോൾ അത് വെച്ചിട്ട് ഡ്യൂ ഡേറ്റ് വരുമ്പോൾ April 30 എനിക്ക് ഡ്യൂ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി സിസേറിയൻ ആണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു April 15 ഒക്കെ ആകുമ്പോൾ സിസേറിയൻ ചെയ്യാം. കാരണം എന്തായാലും സിസേറിയൻ ആണ്. അപ്പോൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ട, ഒരു April 15 ആകുമ്പോൾ നമുക്ക് സിസേറിയൻ ചെയ്യാം, അഡ്മിറ്റ് ആവേണ്ട ഡേറ്റൊക്കെ അപ്പോൾ പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ April 3 എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് എനിക്ക് കുഞ്ഞിന് അനക്കം കുറവ് തോന്നിയിട്ട് നമ്മൾ April 3 ചെക്കപ്പിൻ്റെ സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഇങ്ങനെ അനക്കം ചെറുതായിട്ട് കുറവുള്ള പോലെ തോന്നിയിട്ട് മുമ്പ് സ്കാനിങ് ഒക്കെ വേഗം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാർച്ച് ലാസ്റ്റൊക്കെ ആയിട്ട് തന്നെ ലാസ്റ്റ് മന്ത് സ്കാനിങ് ഒക്കെ വേഗം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായതിന് ശേഷം പിന്നെ എനിക്ക് അനക്കമൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ April 3 ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്കപ്പിന് പോയ സമയത്ത് എന്താ പറയുക, എനിക്ക് ഡോക്ടർ പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് ചെക്കപ്പിന് വരാൻ പറഞ്ഞു. April 3 പോയപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ വരുമ്പോൾ അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് ഒക്കെ എന്നാണെന്നുള്ളത് പറയാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അങ്ങനെ April 4 ദ വെരി നെക്സ്റ്റ് ഡേ എനിക്ക് ഉച്ചയ്ക്ക് കുഞ്ഞിൻ്റെ അനക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. 3 നേരം നമ്മൾ അനക്കം ചെക്ക് ചെയ്യുമല്ലോ, എനിക്ക് ഉച്ചയ്ക്ക് അനക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഒരു നുള്ള പഞ്ചസാര വായിലിട്ട് കുറേ വെള്ളം കുടിച്ചു നോക്കി, കുറേ നടന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് അനക്കം കിട്ടി. അത് കഴിഞ്ഞ് നൈറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല, അനക്കം കിട്ടി. പിറ്റേ ദിവസം മോർണിംഗ്, അതായത് April 5 മോർണിംഗ് എനിക്ക് കുഞ്ഞിൻ്റെ അനക്കം ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും കിട്ടുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും കുഞ്ഞിൻ്റെ അനക്കം കിട്ടാതായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു റിസ്ക് എടുക്കാൻ നിൽക്കണം, നമുക്ക് കാഷ്വാലിറ്റിയിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മോട് പറഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി ഇവിടുന്ന് കാഷ്വാലിറ്റിയിലേക്ക് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്ക്, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം, അച്ഛനെ ഇങ്ങോട്ട് വിട്ടാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആകാശിനെ വിളിച്ചു, ഹസ്ബൻഡിനെ വിളിച്ചു. അങ്ങനെ ആകാശും പിന്നെ അനിയനുണ്ട് കുഞ്ഞൻ, അവനും കൂടി ഹോസ്പിറ്റലിലോട്ട് വന്നു. അപ്പം കാഷ്വാലിറ്റിയിൽ കയറ്റിയവർ കുറേ നേരം നോക്കിയിട്ട് ചെറുതായിട്ട് 2 അനക്കം കിട്ടി, വളരെ മൈന്യൂട്ടായിട്ട്. അത്ര ശ്രദ്ധിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളത്. അങ്ങനെയാണ് ഭയങ്കര കുറവായിട്ട് എനിക്ക് അനക്കം കിട്ടിയത്. അപ്പോൾ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് OP കയറിയിട്ട് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ സുന്ദ മാമിനെ കണ്ടു. മാം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് 24 hours ഇവിടെ അഡ്മിറ്റ് ആവാം, അനക്കം നോക്കാനായിട്ട്, അനക്കം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അനക്കം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് 24 hours കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാം, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ
ലേബർ റൂമിൽ പോയിട്ട് അനക്കം നോക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് അമ്മേനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള കാരണം അമ്മയ്ക്ക് അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. എനിക്കിങ്ങനെ തോന്നുകയാണ് ഡെലിവറി വേഗം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിക്കൊണ്ട്, ഞാൻ അത്ര എനിക്ക് അനക്കം കിട്ടാനായപ്പോൾ ടെൻഷനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേബർ റൂമിൽ ചെന്നു അവർ CTG ഒക്കെ ചെക്ക് ചെയ്തു, കുറേ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് കുഞ്ഞിനെ അനക്കം കിട്ടണില്ല. അവർ മധുരമുള്ള ഒരു ബോട്ടിൽ ജ്യൂസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ഹാഫ് എന്നെ കൊണ്ട് കുടിപ്പിച്ചു. ആ ഒരു ഹാഫ് ഞാൻ കുടിച്ചിട്ടും എനിക്ക് കുഞ്ഞിൻ്റെ അനക്കം കിട്ടണില്ല, ഒട്ടെന്ന് പറഞ്ഞ ഒരു അനക്കം പോലും കിട്ടണില്ല. എനിക്ക് നല്ലപോലെ ടെൻഷനായി, സങ്കടം വരുന്നുണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവസാനം അവർ ലേബർ റൂമിൽ നിന്ന് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അനക്കം കിട്ടണില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. വളരെ പെട്ടെന്നായിരുന്നു, പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. വേഗം എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ അഴിച്ചു മാറ്റി. മൂക്കുത്തി ഒന്നും എനിക്ക് അഴിക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല. മാലയും കമ്മലും വേഗം അഴിച്ചു മാറ്റി. പിന്നെ വേഗം ഹസ്ബൻഡിനെ ലേബർ റൂമിലോട്ട് കയറ്റി. എന്നിട്ട് ആൾ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പേടിയിട്ട് വയ്യ, നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കയ്യിൽ കിട്ടണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല, വേഗം പേപ്പർ സൈൻ ചെയ്യലായി. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയിട്ട് പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണം, ഒന്ന് വിടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർ യൂറിൻ ട്യൂബ് ഇട്ട് തന്നു. യൂറിൻ പാസ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പോൾ മുമ്പ് എൻ്റെ അടുത്ത് ചിറ്റ പറഞ്ഞിട്ടുണ്ട് യൂറിൻ ട്യൂബ് ഇടുമ്പോൾ ഭയങ്കര വേദന ഇരിക്കുന്നൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലിറക്കുന്നത് ഞാനിങ്ങനെ പേടിച്ചെന്നാലോചിച്ചോണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു മോളെ ഞങ്ങൾ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ വിചാരിച്ച അത്ര അങ്ങോട്ട് പെയിൻ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു പെയിൻ ഉണ്ട്, എന്നാലും അത്ര കാര്യമുള്ള പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ യൂറിൻ ട്യൂബ് ഇട്ടപ്പോൾ പിന്നെ യൂറിൻ മൂത്രശങ്ക ഏത് വഴിക്കാൻ പോയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാരണം പിന്നെ നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടലൊന്നുമില്ല, യൂറിൻ തന്നെ അങ്ങനെ പൊക്കോളും ട്യൂബിൽ കൂടെ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു, സ്ട്രക്ചറിൽ എടുത്തിട്ട്. അപ്പോൾ ഹസ്ബൻഡ് പുറത്തൊക്കെ ഉണ്ടായിരുന്നു, ആൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ ആളുടെ കൊടുത്തു, ഡ്രസ്സൊക്കെ ആളുടെ കൊടുത്തു. ഓൾറെഡി ഒരു വേഗം ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ. അങ്ങനെ ആൾ നല്ല ടെൻഷനിലിരിക്കുന്നുണ്ടായി. കാരണം അച്ഛൻ അപ്പം തന്നെ അമ്മേനെ കൊണ്ടുവരാൻ പോയില്ലോ, അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ് ചെയ്തത്. അപ്പം ആൾ നല്ല ടെൻഷനിലായിരുന്നു. ആൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ഇത് അതെനിക്ക് മനസ്സിലായി. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. എന്നിട്ടൊരു 1:30 ആയപ്പോൾ എനിക്ക് അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തന്ന് 1:30 ഏകദേശം 1:30 അവിടെ ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ടൈം നോക്കിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനസ്തേഷ്യ തരാൻ നേരത്തെ അവർ നമ്മളിങ്ങനെ കാലിൻ്റെ മുട്ടും തലയും കൂടെ അങ്ങനെ വളച്ച് പിടിക്കും. അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ നമ്മൾ വളച്ച് പിടിച്ചിട്ടാണ് നട്ടലിലോട്ട് ഈ അനസ്തേഷ്യയുടെ സൂചി കയറ്റുക. അങ്ങനെ അനസ്തേഷ്യയുടെ സൂചി കയറ്റി അപ്പം തന്നെ വേഗം തിരിച്ചു കിടത്തി. കാരണം അപ്പം തന്നെ നമുക്ക് സഡനായിട്ട് അരക്കുന്ന അങ്ങനെ ഈ വയറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് തരിപ്പ് വരും. അനസ്തേഷ്യ എടുത്ത ഭാഗത്തു നിന്നോട്ട് താഴേക്ക് ഫുള്ള് തരിപ്പായിരിക്കും. നമുക്ക് കൈയും കാലൊക്കെ നമ്മുടെ കാലൊക്കെ അവിടെ ഉണ്ടോ നമുക്ക് അറിയ പോലില്ല, അനക്കാൻ പറ്റില്ല. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഒരു പാട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ വേഗം സിസേറിയൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 1:38 ആയപ്പോൾ കുഞ്ഞിനെ പുറത്തെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ബേബി ഗേളാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ബേബി ബോയ് ആണെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. ഇത് എന്തായാലും ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടിരുന്നുണ്ടായത്. ഞാൻ വരെ അപ്പം മനസ്സിൽ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് ഇത് ആൺകുട്ടി തന്നെ ആയിരിക്കും എന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് സന്തോഷമാണ്, നമുക്ക് കാത്തിരുന്ന് കിട്ടി നമ്മുടെ കുഞ്ഞാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം എൻ്റെ കറക്റ്റ് അച്ഛനും അമ്മയൊന്നും എത്തി അവർക്ക് ടെൻഷൻ അടിക്കേണ്ടതൊന്നും വന്നില്ല. കാരണം അപ്പോഴേക്കും ചടുപിടുന്ന അവരെത്തിയപ്പോഴേക്കും പറഞ്ഞത് പ്രസവിച്ചു പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പം ആർക്കും അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. പക്ഷെ ആകാശ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞ് ടെൻഷൻ അടിച്ച് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2:45 അവറിയപ്പോഴാണ് എന്നെ അവരെ കാണിക്കാൻ കൊണ്ടുപോയത് ഉച്ചയ്ക്ക് കേട്ടോ. അപ്പോൾ April 5th ഉച്ചയ്ക്ക് 1:38 നമുക്ക് കുഞ്ഞുണ്ടായത്. അത് കഴിഞ്ഞ് എന്നെ മറ്റേ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് കൊണ്ടുപോകുമല്ലോ. അപ്പം പോകുന്ന വഴി എനിക്ക് അച്ഛനമ്മേനെയും ആകാശിനെയൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ സുരഭി ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞൻ്റെ അമ്മ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു വിവരം അറിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും പേരെ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ, ബാക്കി ആർക്കും എത്താൻ പറ്റിയിട്ടുണ്ടായില്ല. അവർ അത് കഴിഞ്ഞ് വന്നു, അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞ സമയത്ത് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ചോദിച്ചു കുഞ്ഞിനെ കണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് അവരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വരെ ചെയ്തു. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു. എന്താ സന്തോഷം സങ്കടം എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു മൊമെൻറ്റിലായിരുന്നു.
നമുക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ, ഡെലിവറിയുടെ വ്ളോഗ് എടുക്കണം, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് തലേദിവസം അഡ്മിറ്റ് ആവുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് ഞാൻ. ഒരു വീഡിയോ പോലും ആ സമയത്ത് ഒരാൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഭയങ്കര ടെൻഷൻ, കാരണം ചെന്നപ്പോൾ തന്നെ പ്രസവത്തിന് കയറ്റി പ്രസവിച്ചു. വളരെ പെട്ടെന്നായിരുന്നു. ഒരാൾക്ക് ടെൻഷൻ അടിക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല, അത്ര പെട്ടെന്നായിരുന്നു ഡെലിവറി. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഒരു കുഞ്ഞു വീഡിയോ ക്ലിപ്പ് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കഷ്ണം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാട്ടോ. പിന്നെ ആകാശിൻ്റെയും അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ എക്സ്പ്രഷൻസ് കിട്ടണമെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആരും ഉണ്ടായിരുന്നില്ല, പിന്നെ അതിന് പറ്റിയ സിറ്റുവേഷനും ആയിരുന്നില്ല. അങ്ങനെ നമുക്കതൊന്നും കിട്ടിയില്ല. അങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റിൽ ഞാൻ കിടക്കുന്ന സമയത്ത് നല്ല സിസ്റ്റേഴ്സായിരുന്നു അവിടുത്തെ. ഭയങ്കര നല്ല സ്നേഹത്തോടു കൂടിയിട്ട് അവർ പെരുമാറിയിട്ടുള്ളൂ. തൊട്ടടുത്ത് ബെഡിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആളുടെ സെക്കൻഡ് ഡെലിവറി ആയിരുന്നു, ബേബി ബോയ് ആയിരുന്നു. അപ്പോൾ ആൾക്ക് അനസ്തേഷ്യ വിട്ടിട്ട് പെയിൻ വന്നു തുടങ്ങിയിട്ട് ആളിങ്ങനെ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പെയിൻ വരും, നല്ല പെയിൻ വരും, നല്ല അനുഭവിക്കേണ്ടി വരും, എന്താ അപ്പോൾ വിശദമെന്ന് ചാലിച്ച് ഞാൻ കിടക്കാം. അപ്പോൾ എനിക്കിങ്ങനെ പെയിൻ തിരിച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ആൾ കിടന്ന് ഞെരിവിരി കൊള്ളുമ്പോൾ അപ്പോൾ ഇനിയും പെയിൻ വരാണ്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ കിടക്കുക. പക്ഷെ ദൈവസഹായം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ടോ സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ ഉണ്ടായിരുന്നുള്ളൂ അനസ്തേഷ്യ വിട്ടിട്ട്. കാരണം എനിക്ക് സാധാരണ പോലെ പെയിൻ കില്ലർ എടുക്കാൻ പറ്റില്ല. എനിക്ക് എസക്ലോഫിനക് എന്ന് പറയുന്ന പെയിൻ കില്ലർ അലർജി ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ പെട്ട എന്തോ ഒരു മെഡിസിനാണ് നമുക്ക് സിസേറിയൻ കഴിയുമ്പോൾ നമുക്ക് ഇട്ട് തരുന്നത്. എനിക്കിപ്പോൾ പാരസെറ്റമോളിൻ്റെ ഡ്രിപ്പാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതാണ് അലർജി ഇല്ലാത്തത്. അപ്പം ഞാൻ പെയിൻ അധികം വന്ന് എന്ത് ചെയ്യും എന്നുള്ള തോട്ടായിരുന്നു. പക്ഷേ ദൈവസഹായം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കണം, കട്ടിലിൻ്റെ കമ്പിയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കണം. അങ്ങനെ തിരിഞ്ഞ് കിടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് വയറ്റിൽ കെട്ടി കിടക്കുന്നത് പോവില്ല, പിന്നെ വയറ്റിൽ നീര് വരും, ഗ്യാസ് ഫില്ലാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീര് വരുന്നില്ല, ഗ്യാസ് ഫില്ലാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് കമ്പിയുമ്പോൾ പിടിച്ച് പയ്യാണ് ഒരു സൈഡിലോട്ട് തിരിഞ്ഞടക്കുക. ഇത്തിരി നേരം കിടന്നു, പിന്നെ വീണ്ടും സകല ദൈവങ്ങളെ വിളിച്ചിട്ട് വീണ്ടും സാധാരണ പോലെ കിടക്കും. അത് കഴിഞ്ഞ് വീണ്ടും കുറേ കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കിടക്കും. അങ്ങനെ ഞാൻ ആ സമയത്തൊക്കെ വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റും, സഹിക്കാണ്ട് പറ്റില്ലല്ലോ. സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുഞ്ഞിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഡെലിവറി കഴിഞ്ഞ് നമുക്കിങ്ങനെ കുഞ്ഞിനെ പെട്ടെന്നൊന്ന് കാണിച്ചു തരുന്നുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ മുഖമൊന്നും നമുക്ക് ഓർമ്മയില്ല, ഒന്ന് കണ്ടതായിട്ട് ഒരു ഓർമ്മയില്ല. കുഞ്ഞിനെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് ഞാൻ തന്നെ എങ്ങനെയോ ചെരിഞ്ഞ് കിടന്നു. വേദനയൊന്നും ഞാൻ ആ സമയത്ത് അറിഞ്ഞതുകൂടില്ല. എനിക്ക് കുഞ്ഞിനെ കാണണം എന്നുള്ള ഒരു ചിന്ത മാത്രം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പാല് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. കുഞ്ഞിനെ കാണണം എന്നുള്ളൊരു തോട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയൊക്കെയോ ഞാൻ വേദന പോലും മറന്നിട്ട് ഞാൻ കൊച്ചിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോളെ ശരിക്കും ഒന്ന് കണ്ടു. പെൺകുഞ്ഞാണ് കേട്ടോ, ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് പെൺകുഞ്ഞാണ് നമുക്ക് ഉണ്ടായത്. അപ്പോൾ മോളെ ഞാൻ കണ്ണു നിറച്ച് കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി, സങ്കടവും സന്തോഷമൊക്കെ വന്നിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം പാല് കുടിപ്പിച്ച് കഴിയുമ്പോൾ അവർ കുഞ്ഞിനെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കുഞ്ഞിനെ കൊണ്ടുവരും. അപ്പോൾ അതുവരെ എനിക്ക് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ കിടന്നിങ്ങനെ കുഞ്ഞ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ കിടക്കും. അതായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ രാത്രി കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, എന്നാലും ഉറക്കം അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും റൂമിലെത്തണം, എല്ലാവരെയും കാണണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഹസ്ബൻഡ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ പോയി ഇന്ന് അവരെ വിളിച്ച് അവർ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റിൻ്റെ ഫ്രണ്ടിലെ വിൻഡോ കൂടി എന്നെ കാണിച്ചു കൊടുത്തു. ആളൊന്ന് കാണിച്ചു തരുമെന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ കൂടെ മാത്രം ആളെ കാണിച്ചു കൊടുത്തു. എനിക്കും അവരെയൊക്കെ ഒന്ന് കാണാനും ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും അവരൊക്കെ കാണണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. രാത്രിയൊക്കെ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ് ഇരിക്കണം അങ്ങനത്തെ ഒരു തോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് തിരിഞ്ഞു കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനൊരു 5 മണിക്ക് ആയപ്പോൾ അവർ പറഞ്ഞു തന്നെ എണീറ്റിരിക്കാൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ എണീറ്റിരിക്കുന്നത്. കാരണം സ്റ്റിച്ച് ഇട്ടേക്കാണല്ലോ, സിസേറിയനാണല്ലോ. എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞപ്പം അവർ ബ്രഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ബ്രഷ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ പാഡൊക്കെ അവർ തന്നെ മാറ്റി തന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. കാരണം നമ്മൾ കിടപ്പ് അവിടെ കിടക്കുമായിരുന്നു സിസേറിയൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ തന്നെയാണ് അതൊക്കെ ചേഞ്ചൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് അവർ മേലൊക്കെ തുടപ്പിച്ച് തന്നു. എന്നിട്ട് ഡ്രസ്സ് മാറ്റി തന്നു. അത് കഴിഞ്ഞ് വീണ്ടും കിടന്നു. അത് കഴിഞ്ഞൊരു 6 മണി 6:30 എന്തോ ആയപ്പോൾ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതുവരെ സിസ്റ്റേഴ്സ് നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്നേഹം. അവിടെ നീതു എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട് ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റിൽ. ആളുടെ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാണ്ട് വേറെയും 1-2 സിസ്റ്റേഴ്സൊക്കെ നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമായിരുന്നു, നല്ല കെയറിങ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം സമാധാനമായിരുന്നു കേട്ടോ. ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീതു എന്നുള്ള സിസ്റ്ററുടെ പേര് മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവരോട് എല്ലാവരോടും. നമ്മൾ പറയുന്ന പോലെ ഭൂമിയിലെ മാലാഖമാർ തന്നെയാണ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പോൾ ചെന്നപ്പോൾ റൂമിൽ വല്യമ്മ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തലേ ദിവസം സിസേറിയൻ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ NICUവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രാത്രിയോടുകൂടി കുഞ്ഞിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം വല്യമ്മ, അമ്മ, ആകാശ്, കുഞ്ഞിനൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് യൂറിൻ ട്യൂബ് തന്നെ അഴിഞ്ഞു പോയി ബെഡിലൊക്കെ യൂറിനായി. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന് അവരതൊക്കെ വന്ന് ചേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ അവർ 10:30 യൂറിൻ ട്യൂബ് വീണ്ടും ഇട്ടു. 10:30 വന്നിട്ട് അവർ യൂറിൻ ട്യൂബ് അഴിച്ചു. എന്നിട്ട് എന്നോട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പം ബെന്നും കട്ടൻ ചായയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നടത്തിക്കാൻ കൊണ്ടുപോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സിസേറിയൻ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മളെ നടത്തിക്കും അവർ. അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. നല്ല പെയിൻ ഉണ്ടായിരുന്നു. നല്ല എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ ആ ഒരു ഫ്ലോറിൽ വരാണ്ട് ഫുൾ അവരെന്നെ കൊണ്ട് നടത്തിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വയറുമ്മ പിടിച്ച് നടക്കണം. വയറുമ്മ പിടിച്ച് നടക്കുമ്പോൾ നമുക്ക് പെയിൻ ഇത്തിരി കുറവുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വയറുമ്മ പിടിച്ചാൽ നടന്നപ്പോൾ അവർ പറഞ്ഞു വയറുമ്മ പിടിച്ച് നടക്കരുത്, 2 കൈയും വീശി നടക്കണം. എന്നാലാണ് വയറ്റിലുള്ള ഗ്യാസ് പോകുള്ളൂ. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് വയറ്റിൽ ഗ്യാസ് കയറും. അപ്പോൾ ആ ഗ്യാസ് പോകാനായിട്ട് 2 കൈയും വീശി നടക്കണം. പിന്നെ വയറ് വലിയണം, സ്റ്റിച്ച് വലിഞ്ഞാലാണ് വേദനയൊക്കെ കുറയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വയറുമീന്ന് കൈവിട്ട് 2 കൈയും പയ്യെ കൈ അനക്കി വീശി നടക്കാൻ തുടങ്ങി. അതിന് ഉച്ചയ്ക്കും നടക്കണം, നൈറ്റും ഫുഡ് കഴിച്ച് തന്നെ നടക്കണം. അങ്ങനെ നടന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് റിക്കവറായെന്ന് എനിക്ക് തോന്നി. പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴായിരുന്നു വേദനയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണമായിരുന്നു. എന്നാലും കുറേ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഹെൽപ്പ് വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചെഴുന്നേൽക്കും. കിടത്താനായിട്ട് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം കൂടി അങ്ങനെ ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 5th ഡേ നമ്മളെ ഡിസ്ചാർജ് ചെയ്തു. കുഞ്ഞിന് ചെറിയ മഞ്ഞപ്പൊക്കെ ഉണ്ടായിട്ട് NICUവിലൊക്കെ കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 5ാമത്തെ ദിവസം നമ്മളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വിഷുവിന് മുമ്പ് ഡെലിവറി കഴിഞ്ഞ് നമുക്ക് വീട്ടിലെത്താൻ പറ്റി. April 30th ഡെലിവറി ഡ്യൂ ഡേറ്റ് ഉള്ള ഞാൻ 36th വീക്കിൽ April 5th എൻ്റെ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമുക്കൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നിനുള്ള സമയം കിട്ടിയില്ല. അത്രയും പെട്ടെന്നായിരുന്നു എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ പോലെ നമുക്ക് ബേബി ഗേളാണ്. ഇപ്പോൾ മോളുടെ 28 കഴിഞ്ഞു. ഇപ്പോൾ 28 കഴിഞ്ഞ് 1 മാസത്തിലധികമായിട്ടാണ് മോളുടെ ഇത് കഴിഞ്ഞിട്ട്. അല്ല, ജനിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുത്തതെന്ന് മാത്രം. കാരണം എനിക്ക് മടി ഉണ്ടായിരുന്നു, പിന്നെ റെസ്റ്റ് ബുദ്ധിമുട്ട്, പിന്നെ ഇവിടെ എപ്പോഴും ഇരുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് പഠിപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോള്. ഇതാണ് ഞങ്ങളുടെ സുന്ദരിക്കുട്ടി ജുമ്മ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡെലിവറിക്ക് നമ്മൾ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൽ കുറേ ഐറ്റംസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെ യൂസ്ഫുള്ളായിരുന്നു, എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ട് ഇല്ലാതിരുന്നു എന്നുള്ളതും ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട്, എന്തൊക്കെ ഐറ്റംസ് യൂസ് ഇല്ലാണ്ട് നമുക്ക് ആവശ്യമില്ലാതെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് എടുത്തിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.